വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ICDS 10th ലെവൽ എക്സാംസിൻ്റെ ആ ഒരു സൂപ്പർവൈസർ 10th ലെവൽ എക്സാംസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് അത് അപ്ലൈ ചെയ്തവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ആ ഒരു എക്സാംസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഒരു വേക്കൻസീസുകൾ എത്രയൊക്കെ ആയിരുന്നു എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം എന്തൊക്കെയാണ് ICDS സൂപ്പർവൈസർ 10th ലെവലിന്റെ. അതായത് നമുക്ക് നോക്കിക്കോളാം, ഇതിന്റെ ആ ഒരു അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 4/9/2024 ആയിരുന്നു. ഇതിനോടകം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് എന്താണ്, 236/2024 അല്ലെ, ആ ഒരു കാറ്റഗറി നമ്പറും അതോടൊപ്പം തന്നെ ഏതാണ് 254/2024 SC/ST വിഭാഗം അംഗനവാടി, അത് SLC പ്ലസ് അംഗനവാടി വർക്കറായിട്ട് 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഇതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനോടകം തന്നെ എല്ലാവരും ആ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഈ NCA നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുമ്പോൾ SC അതുപോലെ ST 3 അതുപോലെ തന്നെ 2 ആ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ. പക്ഷേ 236/2024 ഇത് വന്നിരിക്കുന്നത് ഏതാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, അതായത് പ്രതീക്ഷിക്കാവുന്ന ഒരു വേക്കൻസീസുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഇതിന് മുന്നേ ICDS 10th ലെവൽ എക്സാം നടന്നിരിക്കുന്നത് 2019 2019 നോട്ടിഫിക്കേഷൻ ആണ്, 2021 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന അതിന്റെ കാറ്റഗറി നമ്പർ ആണ് ഞാൻ പറഞ്ഞു 236/2024. അതിന്റെ ആ ഒരു സ്കെയിൽ ഓഫ് പേ നോക്കിക്കേ, 37+ ആണ് ഏത് നമുക്ക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നപ്പോൾ അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 25,000+ ആയിരുന്നു അതിന്റെ സ്കെയിൽ ഓഫ് പേ. അപ്പോൾ എത്ര കൂടി എന്ന് നോക്കിക്കേ, ആ ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു സ്കെയിൽ എത്ര കൂടി എന്ന് നോക്കിക്കേ. അപ്പോൾ നല്ല ആ ഒരു എന്താണ് സാലറിയിലായാലും നല്ല ഒരു ഹൈക്ക് ഉണ്ട് അല്ലേ. ഇനി അതുപോലെ തന്നെ നോക്കിക്കോളാം എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് എന്തൊക്കെയാന്ന് നോക്കാം. അതായത് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഏറ്റവും അവസാനം എക്സാം നടന്നതിൽ 63 ആയിരുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് എത്ര പോയിട്ടുണ്ടെന്ന് നോക്കിക്കേ, 275 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 63 അതുപോലെ തന്നെ എത്ര അഡ്വൈസ് പോയി, 275 അഡ്വൈസും പോയി. അതായത് 6/6/2024 വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഏത് ഇപ്പോൾ പുതിയ വേക്കൻസികൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 275 എന്നുള്ള നമ്പർ നോക്കിക്കോളാം. അപ്പോൾ ഇത് എന്താണ് നല്ല ഒരു പുരോഗതിയാണ് അല്ലെ. അതായത് 63 നിന്ന് 275 ആ ഒരു അഡ്വൈസ് ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ നല്ലൊരു വേക്കൻസി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ അത് ഓർക്കുക. ഇനി അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 41.33 ആണ്. മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് വളരെ കുറവാണ് അല്ലെ. 41.33 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൂടി നിങ്ങൾ കണക്കിലെടുക്കുക. ഇനി അതുപോലെ തന്നെ ഈ തവണത്തെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, എത്രയാണ് വേക്കൻസി എന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ നന്നായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ് ഇപ്പോൾ. ICDS സൂപ്പർവൈസർ അതായത് 10th ലെവൽ സൂപ്പർവൈസറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് ഇവിടെ ആ ഒരു കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിനെ ബേസ് അതായത് സിലബസിനെ ബേസ് ചെയ്ത് ഫുള്ളി സിലബസ് കവർ ചെയ്തിട്ടുള്ള ആ ഒരു റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് വിത്ത് PDF നോട്ട്സുകൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ മോഡൽ എക്സാം ചെയ്ത് നോക്കാം. ഇനി അതോടൊപ്പം തന്നെ നമ്മളൊരു സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓരോ ദിവസം ഇന്ന ടോപ്പിക്സുകൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇനി അതോടൊപ്പം നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ തീർക്കാനായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ട്. ഇനി അതോടൊപ്പം തന്നെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ വരും. അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ എക്സാം ആ ഒരു ക്വസ്റ്റ്യൻസുകൾ അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെയാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാം എന്താണ് ആ ഒരു ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഓർക്കുക, ആ ഒരു ഇപ്പം നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു ഓൺ ടൈമാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനായിട്ട് 8589383568 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഇതിൽ പലർക്കും എന്താണ് നമുക്കറിയാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു അല്ലെ. 50 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള വികലാംഗരായിട്ടുള്ള ആളുകൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ ഇന്നെലിജിബിൾ
ആണ്, അത് ഓർക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് അല്ലെങ്കിൽ സിലബസ് എന്താണ്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൂടി പറഞ്ഞു തരാം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ആ ഒരു സിലബസ് കൂടി അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞതിന് ശേഷം എന്താണ്, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു റാങ്ക് ലിസ്റ്റുകളെയോ അതുപോലെ തന്നെ വേറൊരു നോട്ടുകളെയോ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരില്ല. കറക്റ്റ് നമുക്ക് ഈ കോഴ്സിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഡേയ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം. എന്താണ് ആ ഒരു സിലബസ് എന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ICDS സൂപ്പർവൈസറിന്റെ എക്സാം നടന്നതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. അതിന്റെ 2019 ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് എന്നറിയാം അല്ലെ. ഇത് 2021 എക്സാം നടന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ട് എന്താണ്, 100 മാർക്കിന്റെ എക്സാം ആണ്. മൊത്തത്തിൽ എന്താണ് 100 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഫസ്റ്റ് പൊതുവിജ്ഞാനം അല്ലെ. ഫസ്റ്റ് പാർട്ട് എന്താണ്, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഇനി ഈ പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ ചരിത്രം വരും അല്ലെ. ചരിത്രം, ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ധനതത്വശാസ്ത്രം, എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും, അതുപോലെ തന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ. ഇത്രയാണ് എന്താണ് പൊതുവിജ്ഞാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രം എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചരിത്രം വരുന്നത്. 4 മാർക്കിന്റെ. എന്തൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ടൊരു ഇതുണ്ട്. അതായത് യൂറോപ്യന്മാരുടെ ആഗമനം, അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പൊ അതും പറയാൻ കൂടെ. ഇനി സെക്കൻഡ് വരുന്നത് എന്താണ്? ഭൂമിശാസ്ത്രം, ജോഗ്രഫി. അതും എന്താണ്? 4 മാർക്കിനാണ് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ വരുന്നത് എന്താണ്? എക്കണോമിക്സ് അല്ലെ. അതും 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന, പൊളിറ്റിക്കൽ സയൻസ് അല്ലെ. അതും എന്താണ്? 4 മാർക്കിന്റെ ആണ്. അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറഞ്ഞാൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ കല, കായികം, സാഹിത്യം, സംസ്കാരം, അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ സുപ്രധാന നിയമങ്ങൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത്രയാണ് എന്ത് ഒരു പാർട്ട്, അതായത് ഫസ്റ്റ് പാർട്ട് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു പോർഷനിലുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ആനുകാലിക വിഷയങ്ങൾ, അതായത് കറന്റ് അഫയേഴ്സ് നമുക്കറിയാം. ഏതാ? അപ് ടു ഡേറ്റ് ആയിട്ട് ആ ഒരു പത്രങ്ങളും അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോയാൽ മാത്രമാണ് എന്ത് കറന്റ് അഫയേഴ്സ് നമുക്ക് ആ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 10 മാർക്കിന്റെ കറന്റ് അഫയേഴ്സ് ആണ് വരുന്നത്. 10 മാർക്കിന്റെ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് കറന്റ് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് തേർഡ് പാർട്ടിൽ വരുന്നത് പ്രീ പ്രൈമറി അധ്യാപനം. ഇവിടെ നമ്മൾ എന്ത് പഠിക്കണം? ആ ഒരു പ്രൈമറി വിദ്യാഭ്യാസം എങ്ങനെയാണ്, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എങ്ങനെയാണ്. ഇവിടെ നമ്മൾ കുറച്ച് എന്താണ് സൈക്കോളജി, അതുപോലെ തന്നെ ഫിലോസഫി കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയൊക്കെ ആ ഒരു പ്രകൃതം എങ്ങനെയാണ്, കുട്ടികളുടെ വികാസം, ഇതൊക്കെ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അത് എത്ര മാർക്കിന്റെയാണ്? അത് 40 മാർക്കിന്റെയാണ് അത് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? 4th പാർട്ടാണ് പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷാ പദ്ധതികൾ. അത് എത്ര മാർക്കിന്റെയാണ്? 20 മാർക്കിന്റെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്. നോക്കിക്കേ, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് എന്താണ്? ഈ 40 മാർക്ക് അല്ലെ. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നതാണ്. അതായത് നിങ്ങൾ അംഗനവാടി അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞവരാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ്, ഈ ഒരു ഏരിയ അല്ലെ, അതായത് 4th പാർട്ട്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാൽ കൂടി മറ്റു വിഷയങ്ങളും എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. അതും 4ഉം 3ഉം ഒക്കെ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. ഇനി ഇത് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിശദമായ സിലബസ് പൊതുവിജ്ഞാനം. ഫസ്റ്റ് വരുന്ന ഏതാണ്? ചരിത്രം അല്ലെ, 4 മാർക്കിന്റെ. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേരള ഹിസ്റ്ററിയിൽ. ചരിത്രം എന്ന് പറഞ്ഞാൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് കേരള ഹിസ്റ്ററിയിൽ എന്തൊക്കെ പഠിക്കണം? ഒരുപാട് ഏരിയാസ് ഒന്നും പഠിക്കാനില്ല. എന്തൊക്കെ പഠിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ പഠിച്ചാൽ മതി അല്ലെ. ഏതാണ്? യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ അവരുടെ സംഭാവനകൾ എന്തെല്ലാം, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ, ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം, അതുപോലെ സാമൂഹ്യ, അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, റിനൈസൻസ് പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ വരുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, സാഹിത്യ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, ഐക്യ കേരള പ്രസ്ഥാനം, അതുപോലെ തന്നെ 1956 ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രം, സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇതൊക്കെയാണ്
ഏതാ ചരിത്രത്തിലെ കേരളം എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ എന്ത് പഠിക്കണം? ഇന്ത്യയിലെ എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം മുതലുള്ളത് ഇങ്ങോട്ട് പഠിച്ചാൽ മതി അല്ലെ. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതാണ്? 1857 റിവോൾട്ട്, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്തൊക്കെയാണ്? സ്വദേശി പ്രസ്ഥാനങ്ങള്, അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, അവിടെ വാർത്താ മാധ്യമങ്ങൾക്ക് വരുന്ന ഒരു പത്രമാധ്യമങ്ങൾക്ക് വരുന്ന ഒരു പ്രാധാന്യം എന്തൊക്കെയാണ്? അതുപോലെ തന്നെ സാഹിത്യം, കല, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. മഹാത്മാഗാന്ധിയും സമരവും മഹാത്മാഗാന്ധിയും, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വതന്ത്രാനന്തര കാലഘട്ടം ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, നമുക്കിപ്പോൾ കാണുന്ന ഒരു സംസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറിയത് എന്ന് പഠിക്കണം. അതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? വേൾഡ് ഹിസ്റ്ററിയാണ്. അവിടെ എന്താണ്? കുറെ റെവല്യൂഷൻസുകളാണ് പഠിക്കുന്നത്. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റെവല്യൂഷൻ, അതുപോലെ തന്നെ പഠിക്കേണ്ടത് എന്താണ്? ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, അതുപോലെ തന്നെ ചൈനീസ് റെവല്യൂഷൻ. ഇവിടെ നമ്മൾ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രമാണ് പഠിക്കുന്നത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്ത് എന്നുള്ളത്. അപ്പൊ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട് അല്ലെ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ അത്രയൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് ഇന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഭൂമിശാസ്ത്രമാണ്. അത് നോക്കിക്കോളാം, 4 മാർക്കിന്റെയാണ് ഭൂമിശാസ്ത്രം വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിക്കണം? ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങള്, ഭൂമിയുടെ ഘടന എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ മർദ്ദം, കാറ്റ്, അതുപോലെ താപനില, ഋതുക്കള്, ആഗോള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആഗോള താപനം എന്തൊക്കെയാണ്, ആഗോള താപനം എന്താണ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂപ്രകൃതി പഠിക്കണം. അതോടൊപ്പം തന്നെ എന്ത് പഠിക്കണം? സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നദികള്, അതുപോലെ നമ്മുടെ ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കണം. അവിടുത്തെ കൃഷി, ധാതുക്കൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്, റോഡ്, ജലഗതാഗതം, അതുപോലെ തന്നെ റെയിൽവേ, വ്യോമഗതാഗതം സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ് വരുന്നത് കേരളമാണ്. കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫിയിൽ എന്താണ്? നമ്മുടെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ ജില്ല, ഇന്ത്യ പഠിച്ച പോലെ തന്നെ ജില്ല, നദികൾ, കാലാവസ്ഥ, അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ റെയിൽവേ, വ്യോമഗതാഗതം, ഇതൊക്കെയാണ് നമ്മൾ കേരള ജോഗ്രഫിയിൽ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏതാണ്? എക്കണോമിക്സ് ആണ്. അത് എന്താണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ പഠിക്കണം? ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്തൊക്കെയാണ്, അവിടുത്തെ പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻസുകൾ, നീതി ആയോഗ്. ഈ നീതി ആയോഗ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കണം. വിളകള്, ധാതുക്കള്, ഹരിത വിപ്ലവം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോകുന്നത് ഇന്ത്യൻ ഭരണഘടന അല്ലെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് അല്ലെ. അത് 4 മാർക്കിന്റെയാണ്. ഇവിടെ എന്ത് പഠിക്കണം? മൗലികാവകാശങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ മൗലിക കടമകൾ, നിർദ്ദേശ തത്വങ്ങൾ, ഇതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഭേദഗതികൾ, ഇന്ന ഭേദഗതികളാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ പഠിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കണം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് കലാ, കായികം, സാഹിത്യം, സംസ്കാരം, അതും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് പഠിക്കണം? അതായത് ഇവിടെ കേരളത്തിലെ ദൃശ്യശ്രവ്യ കലകൾ, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതിന്റെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവയൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? അവിടെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, പ്രശസ്തമായ സ്ഥാപനങ്ങള്, പ്രശസ്തരായ വ്യക്തികൾ ഏതൊക്കെയാണ്, കലാകാരന്മാര്, എഴുത്തുകാര് ആരൊക്കെയാണെന്നാണ് പഠിക്കണം. ഇനി അതുപോലെ തന്നെ കായിക രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? കായിക രംഗത്ത് ഏതൊക്കെ ഗെയിംസുകളാണുള്ളത് കേരളത്തിലും ഇന്ത്യയിലും, രണ്ടും പഠിക്കണം. കേരളം, ഇന്ത്യ മാത്രമല്ല ലോകവും പഠിക്കണം. പ്രധാന കായിക താരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ കായിക ഇനങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട മത്സരങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ, കായികപരമായിട്ടുള്ള അവാർഡുകൾ എന്തൊക്കെയാണ്, അവരുടെ ജേതാക്കള്, ഇതും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രോഫികൾ അല്ലെ, ബന്ധപ്പെട്ട മത്സരങ്ങള്, കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ ഏതൊക്കെയാണ്, ട്രോഫികൾ ഏതൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങള്, അതിന്റെ എന്താണ് പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങൾ ഏതൊക്കെ,
അതുപോലെ തന്നെ ഒളിമ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട വേദികൾ, ഇനി നെക്സ്റ്റ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെ, അല്ലെങ്കിൽ ഒളിമ്പിക്സിന് മെഡൽ നേടിയത് എവിടെ, വിജയിച്ച കായിക താരങ്ങൾ ഏത് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് അവർ സ്വർണ്ണ മെഡൽ വാങ്ങിച്ചത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ നിന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ എന്തൊക്കെയാണ്, പാരാ ഒളിമ്പിക്സ്, ഇതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ എന്താണ് ഇന്ത്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വേദികൾ എന്തൊക്കെ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേശീയ ഗെയിംസ് ഇനങ്ങൾ, അതുപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ ഇനങ്ങൾ എന്തൊക്കെയാണ്, കായിക ഇനങ്ങൾ, വിനോദങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ സാഹിത്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എന്താണ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങള്, ആദ്യ കൃതി, കർത്താക്കളെ പഠിക്കും. അതുപോലെ തന്നെ ഓരോ എന്താണ് പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ പഠിക്കും, കൃതികൾ പഠിക്കും. അതുപോലെ തന്നെ എഴുത്തുകാർ, ഇതെല്ലാം അവിടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, അതുപോലെ തന്നെ അതിന്റെ തുടക്കം കുറിച്ചവരാരെല്ലാം, അനുകാലികരാരെല്ലാം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, ഇതൊക്കെ നമ്മളവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് സംസ്കാരമാണ്. സംസ്കാരത്തിലും എന്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഏതൊക്കെ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് പ്രശസ്തമായിട്ട് ഉത്സവങ്ങൾ, അതിന്റെ ആ ഒരു എന്തൊക്കെയാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, ആരാധനാലയങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരാരൊക്കെ എന്നാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് അനദർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെ, അടിസ്ഥാന പൊതുവിജ്ഞാനത്തിലെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഒരു ഏരിയ ആണ്. 3 മാർക്കിൻ്റെയാണ് ഏത്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരമാണ്. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, സുപ്രധാന നിയമങ്ങളാണ്. അതും എന്താണ് 4 മാർക്കിൻ്റെയാണ് സുപ്രധാന നിയമങ്ങൾ ചോദിക്കുന്നത്. അവിടെയും എന്താണ് ആക്ടുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ വരുന്ന ആ ഒരു ആക്ടുകൾ, അതുപോലെ തന്നെ പവർ ആൻഡ് ഫങ്ഷൻസ്, കമ്മീഷൻസിന്റെ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ ആക്ടുകൾ, റൈറ്റ്സുകൾ, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്, ആനുകാലിക വിഷയങ്ങൾ. നമുക്കറിയാം കറന്റ് അഫെയർസ്, ഒരു 10 മാർക്കിന്റെ കറന്റ് അഫെയർസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. ഇത് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, അംഗൻവാടി വർക്കേഴ്സ് ആയിരിക്കുന്നവർ ഇതൊക്കെ നിങ്ങൾ പണ്ട് കാലത്ത് പഠിച്ചതായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതായത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിവിധ ദാർശനികരുടെ സംഭാവനകൾ ഏതൊക്കെയാണ്, പൗലോ ഫെയർ, അതുപോലെ തന്നെ ജോൺ ഡൂയി, ഇതുപോലുള്ള ആളുകളുടെ ആ ഒരു സംഭാവനകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനം, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നത്. പുതിയ പാഠ്യപദ്ധതി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരെല്ലാം എന്നൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതെല്ലാം, അതുപോലെ തന്നെ പ്രീ സ്കൂൾ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ ആണ് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആരോഗ്യമാണ്. ആരോഗ്യത്തിൽ എന്താണ് അർത്ഥവും വ്യാപ്തിയും, ജനസംഖ്യാ വർധനവ്, ആരോഗ്യവും ജനസംഖ്യാ വർധനവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ശുചിത്വം, പരിസരം, ഗർഭകാലം, മുലയൂട്ടൽ, ഇതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. കുഞ്ഞുകുട്ടികളുടെ ആണല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഗർഭകാലം മുതലുള്ള ഒരു അവസ്ഥ, അതിന്റെ ന്യൂട്രീഷൻസുകൾ ഏതൊക്കെ എന്നൊക്കെ നമ്മൾ പഠിക്കും. സമീകൃതാഹാരം, പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. കുഞ്ഞിന്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ, അതുപോലെ തന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ആ ഒരു അസുഖങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ സാംക്രമിക രോഗങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓരോ അപകടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രഥമ ശുശ്രൂഷ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചു പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ദത്തെടുക്കൽ പ്രക്രിയ ഏതൊക്കെ എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിലവിൽ വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെ, ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്തൊക്കെ എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 4th വരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഇവിടെ നമ്മൾ എന്താണ് സൈക്കോളജിയാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെ, അതിന്റെ പഠന രീതികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം എന്നാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ശിശുക്കളുടെ മാനസികാരോഗ്യം, വികസന മേഖലകൾ, ഇതൊക്കെ എവിടെയാണെന്ന് പഠിക്കും. അതുപോലെ തന്നെ യുനെസ്കോ, യൂണിസെഫ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുട്ടികളിൽ എന്താണ് അപസമായോജനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെന്റ്, അതെന്തൊക്കെയാണെന്നൊക്കെ പഠിക്കും. അതുപോലെ തന്നെ ബുദ്ധിഘടക സിദ്ധാന്തങ്ങൾ, ഇതും സൈക്കോളജിയാണ്.
പ്യുവർ സൈക്കോളജിയാണ് പഠിക്കുന്നത്. വൈകാരിക ബുദ്ധി, ആത്മീയ ബുദ്ധി, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇനി അതുപോലെ തന്നെ സംയോജിത വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഏതെല്ലാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു എന്താണ് ഫോർത്ത് ലാസ്റ്റ് ഏരിയ അല്ലെ, അത് 20 മാർക്കിന്റെയാണ്. അവിടെ എന്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമസഭ, പൊതുജനാരോഗ്യ പ്രവർത്തനം, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേമ സുരക്ഷാ പദ്ധതികൾ, നമുക്കറിയാം ഒത്തിരി ക്ഷേമ സുരക്ഷാ പദ്ധതികൾ ഇന്ത്യയിലും കേരളത്തിലടക്കം എന്താണ് കുട്ടികളുടെയും അതുപോലെ തന്നെ എന്താണ് അമ്മമാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്, കൗമാരക്കാരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി വരുന്നുണ്ട്. അതെന്താണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആ ഒരു ക്ലാസ്സുകൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും മടികൂടാതെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ആ ഒരു എക്സാം കഴിയുമ്പോഴത്തേനും ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, പലർക്കും സമയത്തിൻ്റെ ആ ഒരു ദൈർഘ്യക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും ഒരേപോലെ. അപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് പഠിച്ചു തുടങ്ങും. കുറേശ്ശെയായാലും പഠിച്ചു തുടങ്ങണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ തൊട്ടേ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി 8589083568 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ICDSന്റെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പോളായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ നോട്ടുകളായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.